2 തിമോത്തി 4-ൽ തിമോത്തിയോട് വചനം പ്രസംഗിക്കുന്നതിൽ വിശ്വസ്തത പുലർത്താൻ പൗലോസ് അപ്പൊസ്തലൻ തന്റെ അന്തിമ നിർദ്ദേശങ്ങൾ നൽകുന്നു. പൗലോസ് ഗൗരവമേറിയ ഒരു ആജ്ഞയോടെയാണ് ആരംഭിക്കുന്നത്. ക്ഷമയും നല്ല ഉപദേശവും ഉപയോഗിച്ച് തിമോത്തിയെ എല്ലാ സമയത്തും ഒരുങ്ങിയിരിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. തിരുത്തൽ, ശാസിക്കൽ, പ്രോത്സാഹിപ്പിക്കൽ. ആളുകൾ സത്യം നിരസിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ കെട്ടുകഥകളിലേക്കും വ്യാജ പഠിപ്പിക്കലുകളിലേക്കും തിരിയുന്ന ഒരു കാലം വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഇതൊക്കെയാണെങ്കിലും വ്യക്തമായ മനസ്സ് നിലനിർത്താനും കഷ്ടപ്പാടുകൾ സഹിക്കാനും തന്റെ ശുശ്രൂഷ നിറവേറ്റാനും തിമോത്തിയെ വിളിക്കപ്പെടുന്നു. തുടർന്ന് പൗലോസ് തന്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. താൻ ഈ നല്ല പോർ പൊരുതി ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തുസൂക്ഷിച്ചു എന്ന് പ്രസ്താവിക്കുന്നു. തന്റെ നിത്യപ്രതിഫലത്തിൽ ആത്മവിശ്വാസമുള്ള അദ്ദേഹം തന്നെയും ക്രിസ്തുവിന്റെ തിരിച്ചുവരവിനായി ആഗ്രഹിക്കുന്ന എല്ലാവരെയും കാത്തിരിക്കുന്ന നീതിയുടെ കിരീടത്തെക്കുറിച്ച് സംസാരിക്കുന്നു. തന്റെ കൂട്ടാളികളിൽ പലരും തന്നെ വിട്ടുപോയതിനാൽ തിമോത്തിയെ വേഗത്തിൽ വരാൻ പൗലോസ് അഭ്യർത്ഥിക്കുന്നു. ലൗകിക മോഹങ്ങൾക്കായി തന്നെ ഉപേക്ഷിച്ച ദേമാസിനെ അദ്ദേഹം പരാമർശിക്കുന്നു, എന്നാൽ തന്റെ അരികിൽ താമസിച്ചതിന് ലൂക്കോസിനെ അഭിനന്ദിക്കുന്നു. അവരുടെ മുൻകാല അഭിപ്രായ വ്യത്യാസങ്ങൾ അനുരഞ്ജിപ്പിക്കപ്പെട്ടുവെന്ന് സൂചിപ്പിക്കുന്നു. അദ്ദേഹം മർക്കോസിനെ ആവശ്യപ്പെടുന്നു. ക്രിസ്തുവിന്റെ സന്ദേശത്തെ ശക്തമായി എതിർത്ത ലോഹപ്പണിക്കാരനായ അലക്സാണ്ടറിനെക്കുറിച്ച് പൗലോസ് തിമോത്തിയോസിന് മുന്നറിയിപ്പ് നൽകുന്നു. കഷ്ടപ്പാടുകൾക്കിടയിലും സുവിശേഷം പ്രഖ്യാപിക്കാൻ ദൈവം തന്നോടൊപ്പം നിന്നുവെന്നും സുവിശേഷം പ്രഖ്യാപിക്കാൻ തന്നെ ശക്തിപ്പെടുത്തിയെന്നും അദ്ദേഹം സമ്മതിക്കുന്നു. വ്യക്തിപരമായ ആശംസകളും അന്തിമ അനുഗ്രഹവും നൽകിക്കൊണ്ടാണ് അദ്ദേഹം കത്ത് അവസാനിപ്പിക്കുന്നത്. തിമോത്തിയോസിനെ കർത്താവിന്റെ കൃപയിൽ ഭരമേൽപ്പിക്കുന്നു. വിശ്വസ്തത പാലിക്കാനും കഷ്ടപ്പാടുകൾ സഹിക്കാനും ക്രിസ്തുവിലുള്ള ആത്യന്തിക പ്രതിഫലത്തിനായി കാത്തിരിക്കാനുമുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് 2 തിമോത്തി 4. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.